75ാമത് റിപ്പബ്ലിക് ദിനമാണ് നമ്മുടെ രാജ്യത്തെമ്പാടും ഇന്ന് ആഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, സ്വാതന്ത്ര്യം നേടിത്തന്ന ജനങ്ങൾക്ക് വേണ്ടി ഈ രാജ്യത്തെ വിപുലപ്പെടുത്തിയെടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അത് ഇന്നും സന്തോഷപൂർവ്വം രാജ്യത്ത് ജനങ്ങൾക്ക് വേണ്ടി കൊണ്ടാടുകയാണ്. എന്നാൽ 75ാമത്തെ റിപ്പബ്ലിക് ഡേ ആയപ്പോഴേക്കും നമ്മുടെ രാജ്യത്തിന് വളരെ മാറ്റങ്ങൾ RSSും BJPയും ഓരോ ദിവസവും വരുത്തിക്കൊണ്ടിരിക്കുന്നു. രാജ്യത്തിൻ്റെ മതേതര ശിഥിലീകരണം ദൈനംദിനം നടത്തിക്കൊണ്ടിരിക്കുന്നു. മതേതരത്തിന് കോട്ടം വരത്തക്ക വിധത്തിലുള്ള പ്രവർത്തനങ്ങളുമായി RSSും BJPയും ഈ രാജ്യത്തെ ഒരു പ്രത്യേക രാജ്യമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇന്നലെ തന്നെ നിങ്ങൾ കണ്ടു, സുപ്രീം കോടതിയിലെ വിധിയും അന്വേഷണ കമ്മീഷന്റെ വിധിയും എല്ലാം കണ്ടു. ഇപ്പം മതേതര ചിന്താഗതിയെല്ലാം വെടിഞ്ഞുകൊണ്ട് മഹാത്മാഗാന്ധിജി പടുത്തുയർത്തിയ ഈ ഭാരതത്തെ ശിഥിലമാക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന RSSനെതിരെയുള്ള BJPക്കെതിരെയുള്ള അതിശക്തമായ പോരാട്ടത്തിന് 75ാമത്തെ റിപ്പബ്ലിക് ദിനത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി നേതാക്കന്മാരും സഹപ്രവർത്തകരും സുഹൃത്തുക്കളും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയില്ലെങ്കിൽ അപകടകരമായ ഒരു നിലവാരമായിരിക്കും നമ്മുടെ രാജ്യത്ത് ഉണ്ടാകാൻ പോകുന്നത്. ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യമായിരിക്കും ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നത്. ഏകാധിപത്യ പ്രവണതയായി നമ്മുടെ രാജ്യത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ മതേതര ശക്തികളെ ശിഥിലപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒരു ഒറ്റ രാഷ്ട്രമായി മാറ്റുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ എല്ലാം മുന്നൊരുക്കങ്ങളായിട്ടാണ് കഴിഞ്ഞ പല ദിവസങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യാഥാർത്ഥ്യങ്ങളെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഒരുമിച്ച് ഐക്യ ജനാധിപത്യ മുന്നണിക്കും ജനങ്ങൾക്കും ഒരുമിച്ച് മുന്നേറാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യായി പ്രഖ്യാപിക്കുന്നു. 74 വർഷം കഴിയുകയും അത് 75ാമത് വാർഷികം ആഘോഷിക്കുകയാണ്. മഹത്തായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ മഹാരാജ്യത്ത് ബ്രിട്ടീഷുകാർ ഇന്ത്യയെ അടിച്ചമർത്തി ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹത്തായ ദേശീയ രാഷ്ട്രീയ പ്രസ്ഥാനം ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവും ഒന്നിച്ചൊരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ലക്ഷ്യത്തോടുകൂടി രൂപീകരിച്ച മഹത്തായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പോരാട്ടങ്ങൾ, ആ പോരാട്ടങ്ങളിലൂടെ ബ്രിട്ടീഷുകാരെ തുരത്തുവാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകിയ ആ സ്വാതന്ത്ര്യ സമരത്തിന് കഴിഞ്ഞു. നമ്മുടെ പൂർവികന്മാർ ചീറിപ്പായുന്ന വെടിയുണ്ടകൾക്ക് മുമ്പിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പൂർവികന്മാർ ജീവത്യാഗം ചെയ്ത് നേടിയെടുത്ത സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തിന് ശേഷം ബഹുമാന്യരെ ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ന് ഐക്യവും അഖണ്ഡതയും തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമല്ല രാജ്യത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളും ഒരുമിച്ച് ഈ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും പോരാടണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് UDFന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ മാത്രമല്ല ഇന്ത്യ മഹാരാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന ഗ്രാമാന്തരങ്ങളിൽ ഈ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ പത്തനാപുരം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഷെയ്ഖ് നവാസ് ഖാന്റെ നേതൃത്വത്തിൽ UDF നേതൃത്വം നടത്തിയ ഈ ലളിതമായ ചടങ്ങിന് എല്ലാവിധമായ ഭാവങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് കോൺഗ്രസ്, ജയ് ഭാരത്. പഞ്ചാബ് സിന്ധു तब शुभ नामे जागे तब शुभाशि समागे आगे तब जय दादा जगन मंगलदायक जय हे भारत भाग्य विधाता जय 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 भारत. ആഘോഷ പരിപാടിയിൽ ഭാഗമായി പത്തനാപുരം നിയോജകമണ്ഡലത്തിലെ UDF പ്രവർത്തകർ വളരെ ആഹ്ലാദപൂർവമായി ഇന്ന് പതാക ഉയർത്തിയിരിക്കുകയാണ്. ഇന്ന് ഇന്ത്യയിൽ മതേതരത്വം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. വർഗീയത പുലർത്തിക്കൊണ്ട് ഇന്ത്യയെ ഒരു ഭാഗത്തേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ജനാധിപത്യ വിശ്വാസികളായ നമ്മൾ ഒത്തൊരുമിച്ച് ഇന്ത്യയെ രക്ഷിക്കുവാൻ
ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമേ കഴിയൂ എന്നുള്ള ഒരൊറ്റ മുദ്രാവാക്യത്തോടു കൂടി നമ്മൾ മുന്നോട്ട് നീങ്ങേണ്ടതാണ്. മതേതര ശക്തികളെ ഒറ്റപ്പെടുത്തുന്നതിനും ഈ രാജ്യത്തിലെ മതേതരത്വം കാത്തുസൂക്ഷിക്കുന്നതിനും ഇന്ത്യക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കഴിയും എന്ന് ഉറച്ച വിശ്വാസത്തോടെ ഞാൻ എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. അടുത്തായിട്ട് അതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാകട്ടെ നമ്മുടെ ഈ റിപ്പബ്ലിക് ദിനാഘോഷം. ഇനിയുള്ള തലമുറയ്ക്ക് ഇന്ത്യയിൽ സ്വസ്ഥമായിട്ടും സമാധാനപരമായിട്ടും ഐക്യത്തോടും മതസൗഹാർദ്ദവും ഊട്ടിയുറപ്പിച്ചുകൊണ്ടുള്ള ഒരു ഇന്ത്യ നമുക്ക് വിഭാവന ചെയ്യണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. അതിനാൽ നമ്മുടെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും മഹാത്മാഗാന്ധിയും വിഭാവന ചെയ്ത ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യ ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അതിനെ നമ്മളെല്ലാം